അതിൻ്റെ ഏറ്റവും വലിയ വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ് ഒരു വാർഡിൽ 250, വേറൊരു വാർഡിൽ 1929. ഇത്ര അനീതിയാണ് വാർഡ് വിഭജനത്തിലും. വയനാട് നെന്മേനി പഞ്ചായത്തിലെ 17-ാം വാർഡിൽ 1800 വോട്ടർമാരാണ്. ഓരോ ജില്ലയിലും ഇങ്ങനത്തെ പരാതികളുണ്ട്. പട്ടിക സമയത്ത് കൊടുത്തിട്ടില്ല. തിരുവനന്തപുരം ജില്ലയിലെ പല പഞ്ചായത്തുകളിലും ഇതുവരെ പട്ടിക കൊടുത്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് പഞ്ചായത്ത് രാജ് ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശത്തിലും പറയുന്നുണ്ട്, ഒരു പഞ്ചായത്തിലെ വോട്ടർമാർ ഏതാണ്ട് എല്ലാ വാർഡുകളിലും തുല്യമായിരിക്കണം. അത് കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും ഒരേ സംഖ്യ ഇടാൻ പറ്റില്ല. എന്നാൽ അതിൽ വരാവുന്ന വേരിയേഷൻ, അതിൻ്റെ ഒരു ആവറേജ് ഉണ്ട്. ആവറേജിൽ നിന്ന് 10% കൂടാം, 10% കുറയാം. ഒരു ആവറേജ് വോട്ടർമാർ, ഒരു പഞ്ചായത്തിലെ വോട്ടർമാരെ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് വാർഡ്സ്, അതാണ് ഒരു ആവറേജ്. ആവറേജിൽ നിന്ന് 10% കൂടാം, 10% കുറയാം. പക്ഷേ ആറളത്തെ ആവറേജ് ഇതാണോ? ഒരു സ്ഥലത്ത് 250, മറ്റേ സ്ഥലത്ത് 1929. ഇത് വളരെ പ്രകടമായ അനീതിയാണ്, പക്ഷപാതപരമായിട്ടുള്ള നിലപാടാണ്. വിഭജനത്തെ സംബന്ധിച്ച് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്. പാർലമെൻറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളുടെ വിഭജനത്തിന് വേണ്ടിയാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ 2002 ഡിലിമിറ്റേഷൻ ആക്ട്. അത് പാർലമെൻറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളുടെ വിഭജനത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അതിൽ വിഭജനത്തെക്കുറിച്ചൊരു മാനദണ്ഡം പറയുന്നുണ്ട്. അതിലെ സെക്ഷൻ 9, കോൺസ്റ്റിറ്റ്യുവൻസി ഷാൽ ആസ് ഫാർ ആസ് പ്രാക്ടിക്കബിൾ ബി ഓഫ് ജോഗ്രഫിക്കലി കോമ്പാക്ട് ഏരിയാസ്. ഭൂമിശാസ്ത്രപരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളെ ആയിരിക്കണം ചേർക്കേണ്ടത്. ഇതിപ്പോൾ സത്യത്തിൽ എന്താണ്? ചന്ദനക്കാമ്പാറയും കച്ചേരിക്കടവിനെയും ചരളിനെയും ഒന്നിച്ച് ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒരു വാല് പോലെ മലയോര പ്രദേശത്തെ കർണാടക അതിർത്തിയിലെ ഗ്രാമവാർഡുകളെ ഒരു വാല് പോലെ ചേർത്ത് അതിൽ ഉളിക്കല്ലില്ലാതെ അതിൽ വള്ളിത്തോടില്ലാതെ ചേർത്തിരിക്കുകയാണ്. ഇത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടെ വെട്ടിമുറിച്ചിട്ടുള്ളതാണ്. ഇതിന് പരിഹാരം ഉണ്ടാക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് 3 വീതം കോപ്പി സൗജന്യമായിട്ട് നൽകണമെന്നുള്ള വ്യവസ്ഥ പാലിക്കാനും കഴിഞ്ഞിട്ടില്ല. പല സ്ഥലത്തും വൈകിയാണ്. പല സ്ഥലത്തും UDFൻ്റെ പ്രവർത്തകർ, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചായത്ത് ഓഫീസിൽ പോയി കുത്തിയിരുന്നിട്ടാണ് ചില സ്ഥലങ്ങളിലെങ്കിലും വോട്ടർ പട്ടികയുടെ ഒരു കോപ്പി കിട്ടിയത്. പ്രസിദ്ധീകരണത്തിന് താമസം വന്ന സ്ഥലങ്ങളിലും അല്ലാതെ തന്നെ ഈ സാങ്കേതികമായ ഒരുപാട് തെറ്റുകൾ, തിരിമറികൾ, ക്രമക്കേടുകൾ ഇതിൻ്റെ അകത്ത് പ്രകടമായതുകൊണ്ടും ഇതിൽ ആക്ഷേപങ്ങളും അപേക്ഷകളും സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ 7-ാം തീയതി എന്നുള്ളത് കൂട്ടി നൽകാൻ, സമയപരിധി 2 ആഴ്ച കൂടി കൂട്ടി നൽകാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാകണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇത് സംബന്ധിച്ച് KPCCയും അതുപോലെ പ്രതിപക്ഷ നേതാവും മറ്റ് UDFൻ്റെ കക്ഷികളുമെല്ലാം പരാതികൾ കൊടുത്തിരുന്നു. ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു യോഗം ഇലക്ഷൻ കമ്മീഷൻ തിരുവനന്തപുരത്ത് വിളിച്ചു കൂട്ടിയിരുന്നു. ആ യോഗത്തിലും ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചെങ്കിൽ പോലും ഒരു കാര്യവും പരിഗണിക്കാതെയും പരിശോധിക്കാതെയുമുള്ള നിലപാടുകളും ഉത്തരവുകളുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. ഇലക്ഷൻ സ്വതന്ത്രമായും നീതിപൂർവമായും നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരവാദിത്വമുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മഹാരാഷ്ട്രയിലും ബീഹാറിലും നടത്തുന്ന രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങൾക്ക് സമാനമായ നീക്കമാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ കോടതിയിലും ആവശ്യമായ സന്ദർഭങ്ങളിൽ നിയമകോടതിയിലും പോകും. ജനങ്ങളുടെ കോടതിയിലാണ് ഞങ്ങൾ ഒന്നാമതായിട്ട് ഇത് ടേക്കപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തുള്ളൊരു വിഷയം എന്താ? ഇപ്പോൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ ഗവൺമെൻറ് എങ്ങനെയാണ് ഇത് രക്ഷപ്പെടുന്നത്? പല കാര്യങ്ങളും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല എന്ന് ഈ വ്യവസ്ഥ വെച്ചുകൊണ്ടാണ്. കോടതിയിൽ പോയാൽ തന്നെ എത്ര കാര്യങ്ങൾ, ഇപ്പോൾ കുറേ പേര് കോടതിയിൽ പോയിട്ടുണ്ട്, പരിശോധിക്കുന്നുണ്ടോ, മെറുക്കി പരിശോധിക്കുന്നുണ്ടോ. ചില സ്ഥലങ്ങളിലെ വാർഡ് വിഭജനം കോടതി ഉത്തരവിന് വിധേയമായിരിക്കും, അന്ത്യവിജ്ഞാപനം എന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതിയെയും സമീപിക്കും, ജനങ്ങളുടെ കോടതിയെയും സമീപിക്കുന്നു, കമ്മീഷനെ സമീപിക്കുന്നു. കമ്മീഷൻ നിഷ്പക്ഷമായിരിക്കണം, സ്വതന്ത്രമായിരിക്കണം, ന്യായയുക്തമായ തീരുമാനങ്ങൾ ഉണ്ടാകണം. ഇതാണ് ആവശ്യം. ജയിലിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് അവിടെ ഉദ്യോഗസ്ഥന്മാർ കുറവാണെന്ന് പറയപ്പെടുന്നത്, നിയമനം നടക്കുന്നില്ല. താൽക്കാലിക നിയമനം കൊടുത്തേക്കുന്നത് CPM അനുഭാവികളുടെ ആളുകൾക്കാണ്, വാർഡന്മാരായ താൽക്കാലിക നിയമനം നടത്തുന്നത്. സ്ഥിര ജീവനക്കാരില്ലാത്തതാണ് പ്രശ്നമാണ് പറയപ്പെടുന്നത്.
അത് ജയിലിൽ പൊതുവെ CPM ഭരണത്തിൽ പാർട്ടി ഭരണമാണ് ജയിലിൽ, പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ. അവിടെ ജീവനക്കാർക്ക് സ്വതന്ത്രമായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല. നിയമാനുസൃതം ജോലി ചെയ്യുന്നവർക്ക് അവിടെ നിലനിൽപ്പില്ല. അവിടുത്തെ ഒഴിവുകൾ ഫില്ലപ്പ് ചെയ്യുന്നില്ല. താൽക്കാലിക നിയമനത്തിലൂടെ പാർട്ടിക്കാരെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ക്രിമിനൽ കേസുകൾ പ്രതികളായ CPM പ്രവർത്തകർക്ക് അവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. വഴിവിട്ട പരോളും ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു. അതിൻ്റെ സൗകര്യങ്ങൾ മറ്റു പ്രതികൾ ഉപയോഗപ്പെടുത്തുന്നു. അതാണിപ്പോൾ ഗോവിന്ദസ്വാമിക്ക് ലഭിച്ചിട്ടുള്ള അവസരം. ഈ ഗോവിന്ദസ്വാമിക്ക് എങ്ങനെയെങ്കിലും പുറത്തുനിന്നുള്ള സഹായമൊക്കെ കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് ഈ ഒരു ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അല്ല, എങ്ങനെയാണ് ഒറ്റക്കയ്യനായ ഒരാൾ ഇത്രയും ഒരു മതിൽ ചാടി കിടക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്? ഒരു സംശയമില്ലേ നമുക്ക്? ജയിൽ പുറത്തുനിന്നല്ല, അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ടോ? അകത്തുനിന്നോ പുറത്തുനിന്നോ എന്ന് ഇപ്പം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ഞങ്ങളാരുമല്ല. ജയിൽ വകുപ്പ് പറയട്ടെ എങ്ങനെയാണ് ചാടിയത്. ഞാൻ പറയുന്നില്ല. പുറത്തുനിന്ന് സൗകര്യം ഉണ്ടായി അകത്തുനിന്നൊന്നും പറയുന്നില്ല. അതിൽ സുരക്ഷാ വീഴ്ചയുണ്ട്, അതാണുള്ള പ്രകടമായത്. ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കും. അതെ, ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ സുരക്ഷാ മതിലിന്റെ ഉയരം കൂട്ടണം, അവിടെ ഈ 10B പോലുള്ള, അതായത് കുറ്റവാളികളെ തീവ്ര കുറ്റവാളികളെ പാർപ്പിക്കുന്ന ആളുകൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കണം എന്നൊക്കെ കാണിച്ചുകൊണ്ട് നേരത്തെ UDF ഭരണം ഉണ്ടാകുമ്പോൾ തന്നെ ശുപാർശകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇതുവരെ ഇത്രയും കാലമായിട്ടും അതൊന്നും നടപ്പായില്ല. അപ്പൊ അതിന്റെയൊക്കെ ഒരു വീഴ്ചയല്ലേ ഇപ്പോൾ ഗോവിന്ദസ്വാമി? സുരക്ഷാ വീഴ്ചയുടെ ആകത്തുകയാണ്. ഇത്രയും കൊടും കുറ്റവാളിയെ ജയിലിൽ പാർപ്പിക്കുമ്പോൾ കരുതേണ്ട കരുതലും സുരക്ഷാ നടപടികളും ഉണ്ടായിട്ടില്ല. ചാടിയത് അറിയാൻ തന്നെ താമസിക്കുന്നു. നാട്ടുകാർ സംശയിച്ച് കണ്ടെത്തി പോലീസിനെ അറിയിച്ചില്ലെങ്കിൽ ഗോവിന്ദസ്വാമി ഇപ്പോഴും ചാടിയെടുത്ത് തന്നെയാണ്. അപ്പം ശരി, താങ്ക് യു. ഈ വയനാടിന്റെ വിഷയത്തിലെ യുവമോർച്ചയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വലിയുള്ള ചർച്ചകളൊക്കെ നടന്നു. വയനാട്ടിലെ യോഗത്തിലൊക്കെ വലിയ തോതിലുള്ള ഇല്ലില്ല, ഞാൻ വയനാട്ടിൽ പോയിട്ട് കുറച്ച് ദിവസമായി. അഭിപ്രായം എന്താ? അല്ല, നിങ്ങളെ അഭിപ്രായം എന്താ? അദ്ദേഹത്തെ പീഡിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ നിയമവിരുദ്ധമായ എല്ലാ ശ്രമങ്ങളെയും കോൺഗ്രസ് പാർട്ടിയും ജനാധിപത്യ വിശ്വാസികളും ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും. കോൺഗ്രസിന്റെ കൂടി അറിവോടുകൂടി ഉണ്ടായ ഒരു സമരം തന്നെയായിരുന്നു ഈ ഫ്ലൈറ്റിലെ DCC പ്രസിഡന്റ് അറിയാം. അറിയാതെ അദ്ദേഹത്തെ കൂടെ പ്രതിയാക്കണം.